Hi friends, once again welcome back to T-Blogs. It's me Tinuragis from Mavelikara. Okay, ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യമല്ല, ഇടാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല. ഞാൻ ഈ വർഷം എന്നല്ല, അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ തൊട്ട് ഒരുപാട് കാത്തിരുന്ന ഒരു ചലച്ചിത്രമാണ് ജുറാസിക് ഫിലിംസിൻ്റെ ഫ്രാഞ്ചൈസിലെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള ജുറാസിക് വേൾഡ് ആണോ, ഓക്കെ എന്തെങ്കിലും ആട്ടെ, ജുറാസിക് വേൾഡ് ദ റീബർത്ത് എന്ന് പറഞ്ഞ്. ഓക്കെ, ഈ ഫിലിം ഓൾറെഡി ജുറാസിക് സീരീസ് ഫുള്ളും അല്ല ഫിലിം ഫ്രാഞ്ചൈസി മൊത്തം ഞാൻ കുത്തിയിരുന്നൊന്നുമല്ല, ആദ്യം തൊട്ടേ തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള മോൺസ്റ്റേഴ്സ് ഫിലിംസിനെ അപേക്ഷിച്ച് എന്തോ ഒരു നൊസ്റ്റാൾജി തന്നെ ആയിരിക്കാം. ഞാൻ കണ്ട ആദ്യ മോൺസ്റ്റർ ഫിലിം എന്ന് പറയുന്നത് അത് ജുറാസിക് വേൾഡ് ആണ് എന്നൊക്കെ. എനിക്ക് തോന്നുന്നു സ്റ്റാർ മൂവീസ് ആണോ അത് HBO ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഈ HBO അല്ല, സ്റ്റാർ മൂവീസ് ഇല്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഫിലിം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പം പറഞ്ഞു വന്ന എന്തെന്ന് പറഞ്ഞാൽ, ഈ ഫിലിം ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു ഒരു ഇന്ത്യൻ റിലീസ്. അപ്പം ഇന്ത്യൻ റിലീസ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ റിലീസ് ഡേറ്റ് തന്നെ പോയി കാണാമെന്ന് കരുതി മാവേലിക്കര പ്രതിഭ തിയേറ്റർ എന്ന് പറയും, അവിടെ പോയി വരുന്നു. പക്ഷെ അവിടെ ചെന്ന കഷ്ടകാലത്തിനാണെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. അവർക്ക് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോയ്ക്കും പിന്നെ രണ്ടാമത്തെ ഷോയ്ക്കും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ഇന്നാണ് പോലും. പിന്നെ നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. റിവ്യൂ എന്നല്ല, എൻ്റെ ഫ്രാങ്കായിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പ്രതിഭയിൽ ഇപ്പോൾ എത്ര രൂപയാന്ന് പറഞ്ഞാൽ, അവിടെ 3D കണ്ണടയും എന്തുവാ ടിക്കറ്റ് റേറ്റ് ഒന്നും കൂടുമെന്ന് പറഞ്ഞേക്കാം. 120 രൂപയാണ് പടത്തിന്, പിന്നെ കണ്ണടയ്ക്ക് 30 രൂപ. ഓക്കെ, ഇതാ ടിക്കറ്റ്. തിയേറ്ററൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഇതിലെ ഈ മറ്റുള്ള ഫ്രാഞ്ചൈസിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ദിനോസറുകളുമായിട്ടുള്ള ഒരു, സത്യം പറഞ്ഞാൽ ദിനോസറിനെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി കയറുന്നത് തന്നെ. പക്ഷേ ഇതിൽ അധികം സീക്വൻസുകളൊന്നും അല്ലെങ്കിൽ അധികം സീൻസൊന്നും ഈ പറയുന്ന ദിനോസറുകളുടെ ഒന്നും ഒരുപാടില്ലായിരുന്നു. എനിക്കൊന്നു കൂടിപ്പോയ ഒരു 2.5 മണിക്കൂറുള്ള ഫിലിമിനകത്ത് 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ ദിനോസറിൻ്റെ സീക്വൻസ് ഒക്കെ കാണിക്കുന്നത്. ടോട്ടലി ഞാൻ പറഞ്ഞത് നല്ല പോലെ അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മാത്രമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ എന്ന് പറയുന്നത്, ലാബിനകത്ത് വെച്ച് പുതിയ എക്സ്പെരിമെൻ്റും ഒക്കെ നടത്തിയിട്ട് ലാബിനകത്ത് വെച്ച് എന്തോ തെറ്റി എങ്ങാണ്ട് പോകുന്നത്, എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. മോണിറ്റേഷൻ അല്ലല്ലോ, ക്ഷമിക്കണം, വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ദിനോസറിനെയാണ് കാണിക്കുന്നത്. അത് ക്ലൈമാക്സ് ഫൈറ്റും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയെന്നല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒരു ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് ഫ്രാഞ്ചൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. കാരണം അവസാനം വരുന്ന ദിനോസർ ടീറസ് അല്ല, ഇന്നേ വരെ ജുറാസിക് വേൾഡ് ഫിലിം സീരീസ് കാണിച്ചിരിക്കുന്ന എല്ലാ ദിനോസറുകളുടെയും ഒരു മിക്സ് ഐറ്റമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൗണ്ടും ഒക്കെ പക്കയായിരുന്നു. ഞാൻ കണ്ട തിയേറ്ററിൻ്റെ എഫക്റ്റ് ആയിരിക്കും, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എനിവേ, ദിസ് മീ ടിൻവർഗീസ് ഫ്രം T-Blogs. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വലിയ യൂട്യൂബേഴ്സിനൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നു. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ DC സൂപ്പർമാനുണ്ട്, അത് പിന്നെ അല്ലാതെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ വരുന്നുണ്ട്, അതും കുഴപ്പമില്ല. ഇനിയിപ്പം പ്രത്യേകിച്ച് ഹോളിവുഡ് ഫിലിമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ഇറ്റ്സ് മീ ടിൻവർഗീസ് ഫ്രം T-Blogs സൈനിങ് ഔട്ട്.